CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വനം വകുപ്പിന് രൂക്ഷ വിമർശനം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനാകുന്നില്ല എന്നും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും പ്രവർത്തന റിപ്പോർട്ട്. വന്യമൃഗശല്യം തടയാൻ ജില്ലയിൽ 50 കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രണ്ടിടത്ത് കരിങ്കൊടി കാണിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ ജില്ലയിൽ മലയോര ജനതയ്ക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള വനംവകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിനെതിരായി മാറുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വനംവകുപ്പ് പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വന്യജീവി ശല്യം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമമെന്നായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. പ്രയാസങ്ങൾക്ക് വലിയൊരു ശമനമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണുള്ളത്. ആ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാം കൂടെ 50 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾ ഈ മാർച്ച് മാസത്തിൽ മുമ്പ് ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ കഴിയും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടിക്കാനത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 15 ഏരിയ കമ്മിറ്റിയിൽ നിന്നായി 358 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംഘടനാ വിഷയങ്ങൾക്കൊപ്പം ജില്ലയിലെ കാർഷിക ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. മീഡിയ 1 ഇടുക്കി.